ഷിരൂർ ദൗത്യം പൂർണ്ണതയിലെത്തുന്നതിന് മുൻപ് പരീക്ഷണത്തിന്റെയും ത്യാഗത്തിന്റെയും അപമാനത്തിന്റെയും വലിയ വേദനയുണ്ടായിരുന്നുവെന്ന് ലോറി ഉടമ മനാഫ് 24നോട് പറഞ്ഞു. പുഴയിൽ നിന്ന് ലോറി ഉയർത്തുമ്പോൾ ഒന്നും കാണാതെയാണ് അതിൽ അർജുൻ ഉണ്ടെന്ന് താൻ പറഞ്ഞത്. അത് തന്റെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൽ ഒരുപാട് ത്യാഗമുണ്ടായിരുന്നുവെന്നും മനാഫ് പറഞ്ഞു. അതൊരു സാധാരണക്കാരനല്ലേ നമ്മൾ. സാധാരണക്കാരൻ ഒരു വാക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ വാക്കുമായിരിക്കില്ല. വാക്ക് കൊടുക്കുന്നത്, വാക്ക് എന്നുള്ള വേർഡ് വളരെ സിമ്പിളാണ്. പക്ഷെ ആ വേർഡ് അനർത്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, അത് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭയങ്കര വലിയ പെയിനുണ്ട്. ആ പെയിന് അത് പിന്നെയും മനസ്സിലേക്ക് വന്നു പോകണം. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ കാല് നോക്കി, കളറ് വരെ ശരീരത്തിൻ്റെ മാറി. മഴ ഓർമ്മയില്ലേനും വെയിൽ ഓർമ്മയില്ലേനും ഒന്നും ഓർത്തില്ല, ഫാമിലി ഓർത്തില്ല. ഒരേ വാശി കിട്ടണം എന്നുള്ളത്. ഇതിനാര് തടസ്സം നിൽക്കണതോ ഓരോടൊക്കെ ഞാൻ പിണങ്ങേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലറിയാം കിട്ടും, 100% കിട്ടും. ഞാൻ ആ പൊന്തിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കാണാതാണ് പറഞ്ഞത്. എൻ്റെ വിശ്വാസം ചെയ്യുന്നത് ആ വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ടെന്ന്. എനിക്കൊരു ഫോൺ വന്നിട്ടൊന്നുമില്ല. ഞാൻ നിൽക്കണ ഗംഗാവലി പുഴൻ്റെ തീരത്താ. ആ വണ്ടി പൊന്തുമ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കോളി അർജുനുണ്ട് എന്നുള്ള. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ആണ്. ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട്. 72ാമത്തെ ദിവസം അവനെ കിട്ടുന്നത്. ഈ 72 ദിവസം എന്ന് പറയുന്നത് 72 കൊല്ലത്തിന് സമയം.